പത്തനംതിട്ടയിൽ കവി കുരീപ്പുഴ ശ്രീകുമാറിന്റെ പ്രസംഗം ബി.ജെ.പി. നേതാക്കൾ തടസ്സപ്പെടുത്തി. നെല്ലിക്കൽ മുരളീധരൻ ഫൗണ്ടേഷന്റെ അവാർഡ് ദാന ചടങ്ങിനിടയിലാണ് സംഭവം. സമകാലിക ദളിത് വിഷയങ്ങൾ സംസാരിക്കുന്നതിനിടെ ബി.ജെ.പി. മുൻ ജില്ലാ പ്രസിഡന്റ് പ്രതാപചന്ദ്ര വർമ്മയുടെ നേതൃത്വത്തിലാണ് പ്രസംഗം തടസ്സപ്പെടുത്തിയത്. വിഷ്ണു പുതുശ്ശേരി വിവരങ്ങൾ നൽകും. കേരളത്തിലേക്ക് വരുന്നത് കേരളീയരെ അവരെ കല്യാണം കഴിപ്പിക്കുന്നു. പക്ഷേ വടക്കേന്ത്യയിൽ നിന്നുള്ള ആക്രോശം നിങ്ങൾ കേട്ടില്ലേ? അതൊക്കെ തെളിയിച്ചിട്ടുണ്ട്. എന്താണ് കാര്യം? രാഷ്ട്രീയ സങ്കടമാണ് ഞാൻ പറയുന്നു. എന്റെ സങ്കടമാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയമല്ല. വിഷ്ണു പുതുശ്ശേരി വിവരങ്ങൾ നൽകും. വിഷ്ണു, അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. എന്താണ് അവിടെ സംഭവിച്ചത്? പത്തനംതിട്ടയിൽ നെല്ലിക്കൽ മുരളീധരൻ ഫൗണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് സ്വീകരിക്കാനെത്തിയ കവി കുരീപ്പുഴ ശ്രീകുമാറിന്റെ പ്രസംഗമാണ് ബി.ജെ.പി. നേതാക്കൾ തടസ്സപ്പെടുത്തിയത്. ബി.ജെ.പി. മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷററുമായിരുന്ന പ്രതാപചന്ദ്ര വർമ്മയുടെ നേതൃത്വത്തിലാണ് പ്രസംഗം തടസ്സപ്പെടുത്തിയത്. സമകാലിക ദളിത് വിഷയങ്ങൾ സംസാരിക്കുന്നതിനിടയിലായിരുന്നു ബി.ജെ.പി. നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രസംഗം അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായത്. ബഹളം വെച്ചതിനെ തുടർന്ന് ബി.ജെ.പി. നേതാക്കളെ സംഘാടകർ പുറത്താക്കിയതിനു ശേഷം കവി പ്രസംഗം തുടർന്നുവെങ്കിലും വലിയ പറയുന്ന ദളിത് പ്രശ്നങ്ങളും ഇപ്പോഴുണ്ടായിരുന്ന ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന മൊണോലിസയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് കവി പ്രസംഗം നടത്തിയത്. അപ്പോഴാണ് ബി.ജെ.പി. നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു എതിർപ്പുണ്ടായത്. പറയുന്ന കവിയെ വിമർശിച്ചുകൊണ്ട് തന്നെ ബി.ജെ.പി. നേതാക്കൾ ബഹളമുണ്ടാക്കിയായിരുന്നു. ബി.ജെ.പി. മുൻ ജില്ലാ പ്രസിഡന്റും അതുപോലെ സംസ്ഥാന ട്രഷററുമൊക്കെ ആയിരുന്ന പ്രതാപവർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു ബി.ജെ.പി. 4-5 പേരടങ്ങുന്ന ബി.ജെ.പി. നേതാക്കൾ ആക്രമിച്ച് മുൻപോട്ടെത്തിയത്. ഏതായാലും സംഘാടകരുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. നേതാക്കളെ പുറത്താക്കിയതോടെ കവി പ്രസംഗം. ശരി. വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.